ഗൈസ് അപ്പോൾ 2025 മോഡൽ NS400 ആണ് ഇപ്പോൾ കൈമിലുള്ളത്. പുതിയ വേർഷനാണ്. പഴയ വേർഷനിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അധികം വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ടയേഴ്സ് മാറിയിട്ടുണ്ട്, ഹോഴ്സ് പവറിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, ടോർക്കൊക്കെ സെയിം ആണ്. അപ്പോൾ കുറച്ചധികം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു ന്യൂ വേർഷനിൽ നിങ്ങൾക്ക് അപ്പോളോടെ ആൽഫ H1 ടയേഴ്സാണ് ഫ്രണ്ടിലും ബാക്കിലും വന്നേക്കുന്നത്. ബാക്കിൽ 150 സെക്ഷൻ ടയേഴ്സാണ്. അപ്പോൾ കുറച്ചും കൂടി കോർണേഴ്സിനൊക്കെ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൽ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. വണ്ടി ഫ്രണ്ടിലേക്ക് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും ഗിയേഴ്സ് ഡൗൺ ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു ക്ലച്ചിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. സിറ്റീസിലൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എൻ്റെ ഒരു റൈഡ് റിവ്യൂ പറയുകയാണെങ്കിൽ ക്ലച്ച് ഭയങ്കര ലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഹാർഡാണ്, എന്നാലും കുറേ ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഗിയേഴ്സും കുഴപ്പമില്ല, ചെറിയ സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെന്താ, വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ടയേഴ്സും മാറിയിട്ടുണ്ട്, അതായത് ബ്രേക്സും മാറിയിട്ടുണ്ട്, ഹീറ്റും കുറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. ഇങ്ങനത്തെ ചെറിയ RPM അല്ലെങ്കിൽ സ്പീഡിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പീഡൊന്നും എന്താ പറയുക, ഹീറ്റ് നിങ്ങൾക്ക് അങ്ങനെ അറിയത്തില്ല. പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടി ഒരു വാല്യൂ ഫോർ മണിയാണ്. എന്താ വെച്ചാൽ അത്രയും പ്രൈസ് വരുന്നുള്ളൂ, അതിനുള്ള ഇത്രമാത്രം ഫീച്ചേഴ്സ് ഇതിനുള്ള കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വന്നേക്കുന്നത്, NS400. അപ്പോൾ വണ്ടിയുടെ ഒരു ലുക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കുറച്ച് ഡിസൈൻസിലൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ടയേഴ്സാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റുക. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും അപ്പോളോ H1 ടയേഴ്സാണ് വന്നേക്കുന്നത്. ബാക്കിൽ ഏകദേശം 150 സെക്ഷൻ ടയേഴ്സും ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 110 സെക്ഷൻ ടയേഴ്സുമാണ് വന്നേക്കുന്നത്. ഡിസൈൻസിൽ അങ്ങനെ വേറെ മേജർ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കൂളിങ്ങിൻ്റെ ആ ഒരു വ്യത്യാസം വന്നതാ ഏകദേശം ഇവിടെയാണ്, നമ്മുടെ ഈ ഒരു റേഡിയേറ്ററിൻ്റെ ഭാഗത്ത്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് പുതിയൊരു ഡിസൈനിലേക്ക് വണ്ടി റീഷേപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് കേട്ടോ. അങ്ങനെ വേറെ വലിയ മേജർ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത് 4 മോഡ്സാണ്. ഏകദേശം റോഡ്, റെയിന്, സ്പോട്ട്, അതേമാതിരി ഓഫ് റോഡ് എന്ന് പറഞ്ഞ മോഡ്. അപ്പോൾ വണ്ടിയുടെ ഈ സ്പോർട്ട് മോഡിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വിക്ക് ഷിഫ്റ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വണ്ടിയുടെ കുറച്ച് അധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് എത്രയാണെന്നുള്ള അറിയാം ഗൈസ്. അപ്പോൾ കോഴിക്കോട് KVR ബജാജിലുള്ള ബ്രാഞ്ച് മാനേജർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ആളോട് ചോദിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഈ വെഹിക്കിളിൻ്റെ എക്സ്ഷോറൂം റേറ്റ് 1,95,000 ആണ് വരുന്നത്. കൂടാതെ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് 5,000 റുപ്പീസ് ക്യാഷ് ബാക്ക് ഓഫറും അതേപോലെ തന്നെ 10 years വാറണ്ടി നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. ഏകദേശം 10 വർഷം വാറണ്ടി ഇപ്പോൾ ഈ ഒരു 1 മന്തിനുള്ളിൽ എടുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓഫേഴ്സിൽ കിട്ടുന്നുണ്ട്. ഏകദേശം 5,000 റുപ്പീസ് ഓഫും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വണ്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്റ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ EMI ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഷോറൂം വരുന്നത് KVR കാലിക്കറ്റാണ്. കാലിക്കറ്റ് വെസ്റ്റിലാണ് ഷോറൂം വരുന്നത്, ചെക്കോരത്തോളം. KVR കാലിക്കറ്റ് വെസ്റ്റിൽ ചെക്കോരത്തോളം. അപ്പോൾ ഓക്കെ, സൈനിങ് ഓഫ്.